റിപ്പോർട്ട് ഇംപാക്ട്. മലപ്പുറം പുതുപൊന്നാനി മുനമ്പം തീരത്തൊഴിലാളികളുടെ പ്രതിസന്ധിക്ക് പരിഹാരമാകും. വള്ളങ്ങൾക്കും ചെറുവഞ്ചുകൾക്കും പോകാൻ അഴിമുഖത്ത് പ്രത്യേക വഴിയൊരുക്കുമെന്ന് KP നൌഷാദ് അലി MLA പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിസന്ധിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് വാർത്തയിലാണ് ഇടപെടൽ. അഴിമുഖത്ത് രൂപപ്പെട്ട മണൽത്തിട്ടയിൽ തട്ടി നിരവധി ബോട്ടുകൾ തകർന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. പുതുപ്പൊന്നാനിയിലെ വള്ളങ്ങൾ അത് എഞ്ചിൻ വള്ളങ്ങളാണ് ഭൂരിഭാഗവും. അപ്പോൾ അവ പ്രവേശിക്കുന്ന കവാടം ഇടുങ്ങിയതാണ്. അപ്പോൾ അവർക്ക് വള്ളങ്ങൾ കടലിലേക്ക് പ്രവേശിക്കാൻ പലപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നു. ചിലപ്പോൾ വള്ളങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ മണൽത്തിട്ടയിൽ അപ്രതീക്ഷിതമായിട്ട് ഇടിച്ച് അതിൻ്റെ അറ്റകുറ്റപ്പണികളും കേടുപാടുകളും ഒക്കെ ഉണ്ടാവുന്നു. ഈ ബജറ്റ് അതിനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഈ ബജറ്റിൽ അവരുടെ വള്ളങ്ങളുടെ പ്രവേശന കവാടം വീതി കൂട്ടി നിർമ്മിക്കുന്നതിനായിട്ട് 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മേജർ ഇറിഗേഷനാണ് ആ പ്രവൃത്തി ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ദിവസം താലൂക്ക് ഓഫീസിൽ മേജർ ഇറിഗേഷൻ മീറ്റിംഗ് വിളിച്ചിരുന്നു. അതിൻ്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിച്ച പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമായിട്ടുണ്ട്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, ഇപ്പോൾ വർഷങ്ങളായുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത്. എത്ര പെട്ടെന്നാണ് ഈ മണൽത്തിട്ടകൾ ഒഴിവാക്കാനുള്ള ഒരു നടപടികളിലേക്ക് കടക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത് സ്ഥലം MLA? സുമതി, നമ്മളാണ് ആ വാർത്ത, അതായത് മത്സ്യത്തൊഴിലാളികളുടെ ആ ദുരിതത്തിന്റെ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. പ്രധാനമായി അവരുടെ ആശങ്ക കഴിഞ്ഞ 25 വർഷമായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. അതായത് അഴിമുഖത്ത് മണൽത്തിട്ട വീഴുന്നതോട് കൂടിയിട്ട് മത്സ്യബന്ധനത്തിന് പോകാൻ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിയാത്തൊരു സ്ഥിതി വരുന്നുണ്ട്. അങ്ങനെ കുടുംബം ഉൾപ്പെടെ പട്ടിണിയായി 2-ൽ കൂടുതൽ ആഴ്ചകളിൽ അവർ മറ്റ് തൊഴിലെടുക്കാൻ കഴിയാതെ വീട്ടിൽ പട്ടിണി കിടക്കേണ്ട സ്ഥിതി വരെ ഉണ്ടായി. അങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിയ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് കൃത്യമായ ഒരു ഇടപെടൽ പൊന്നാനി MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചുകൊണ്ട് അവർക്ക് ആ തൊഴിൽ സുഗമമായി നടത്താൻ വേണ്ട നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് മണൽത്തിട്ട രൂപപ്പെട്ട് കഴിഞ്ഞാൽ പുഴയിൽ നിന്ന് കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി ബോട്ടുകൾക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അത്തരമൊരു സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പ്രവേശന കവാടം എന്ന വണ്ണം കൃത്യമായ സംവിധാനത്തോടു കൂടിയും അവിടെ പുലിമൂട്ടുകളോട് കൂടിയും ഒരു സംവിധാനം ഒരുക്കും എന്നുള്ളതാണ് MLA പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ഫണ്ട് ഉൾപ്പെടെ വകയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി MLA ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെ അവരുടെ 25 വർഷം പഴക്കം വരുന്നൊരു ആവശ്യത്തിന് പരിഹാരമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായി നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. സ്മൃതി. ശരി, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടർ ഇംപാക്ട് വാർത്തയാണ്.